അല്ലോ ഇന്നത്തെ വീഡിയോ ഞാൻ റീൽസൊക്കെ എടുക്കാനായിട്ട് ഒരുങ്ങണ എങ്ങനെയാണെന്ന് കാണിക്കാൻ കേട്ടോ. അത് ലാസ്റ്റ് ആ വീഡിയോ ഞാൻ കൊടുത്തേക്കാം. ഡെയിലി ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങണത്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ഹെയർ സ്റ്റൈൽ മാത്രം മാറ്റും. ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. ലിപ് ബാമും എല്ലാം കഴിഞ്ഞു. പൗഡർ ഇടാം. മോൻ്റെ പൗഡർ വെട്ടിയാണ് കേട്ടോ. പണ്ടത്തെ കണ്ട മോനിപ്പോൾ 6 വയസ്സുണ്ട്. ഇതിൻ്റെ മറ്റേ അടപ്പായിട്ട് കളിക്കണം. ഇപ്പോൾ ഒരടപ്പേ ഉള്ളൂ. അതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. എളുപ്പം ഇങ്ങനെയാണ്. പൗഡറൊക്കെ മാത്രം ഇട്ടിട്ട് ഒരുങ്ങുന്നതാണ് എളുപ്പം. മറ്റേ പണ്ട് ആദ്യമായിട്ടല്ലേ, അറിഞ്ഞൂടല്ലോ. അപ്പോൾ ആദ്യമേ നമ്മളെല്ലാവരും ചെയ്യണ അനുസരിച്ച് ഇതെല്ലാം വലിച്ചു വാരി ഇടുകയൊക്കെ ചെയ്യും. പിന്നെ അറിഞ്ഞു വരുമ്പം എല്ലാം കുറയ്ക്കും സ്വാഭാവികമായിട്ട്. ഞാൻ കണ്ണൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ എഴുതുമായിരുന്നു. താഴെ മുകളിലും ഒക്കെ എഴുതുമായിരുന്നു. ഇപ്പം അങ്ങനെ എഴുതുന്നില്ല. ഇപ്പം മുകളിൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ. എനിക്കതാണ് എളുപ്പം. എൻ്റെ ഐബ്രോ പെൻസിൽ തീർന്നു. ഞാൻ ഇപ്പോൾ ഐലൈനർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. എഴുതാൻ അറിയാവുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ ഐലൈനർ വെച്ച്. എനിക്ക് പക്ഷേ ഇപ്പോൾ ഇത് വെച്ച് എഴുതിയതിന് ശേഷം ഇതാണ് ഇഷ്ടം. മുമ്പ് ഐബ്രോ പെൻസിലായിരുന്നു. ഞാൻ കറക്റ്റ് തീരുന്നതനുസരിച്ച് വാങ്ങി സ്റ്റോക്ക് ചെയ്തൊക്കെ വയ്ക്കണതാണ്. വില കൂടുതലൊന്നുമല്ല. നമ്മൾ സാധാ ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് കിട്ടുമല്ലോ. അതാകുമ്പോൾ ഈസി ആയിട്ട് എഴുതാം. ഇത് കണ്ടോ, ഈ സംഭവം ഇങ്ങനെ കോംബ് ചെയ്യണതാണ്. എൻ്റെ കയ്യിലിരുന്ന് ഒടിഞ്ഞുപോയി. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഈ ഐലൈനറത്തിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വെയിൽ വെട്ടത്തിലാണ് എൻ്റെ ചെയ്യണത്. പക്ഷേ ഇത് ക്യാമറ ഒരുമാതിരി നിൽക്കണം. ഞാൻ ജനലിൻ്റെ അവിടെ വെച്ചാണ് വീഡിയോ എടുക്കണം. എൻ്റെ പിരിവാണെങ്കിൽ ഒരു സൈഡ് എലി കരണ്ട പോലെയാണ് ഇരിക്കണം. ഇപ്പുറത്ത് കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന് ഇതാണ് അങ്ങനെ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, എനിക്കിങ്ങനെയാണ്. പക്ഷേ കണ്ട, ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇത് ചെയ്യും. അവിടെ മല പോലെ ആയോ. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ കണ്ട, ഇങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ ഇത് കട്ടയായിട്ട് അവിടെ ഇരിക്കാതിരിക്കാൻ ഇങ്ങനെ കോംബോ വെച്ചാക്കി കൊടുത്താൽ ശരിയാവും. ഇത്രയേ ഉള്ളൂ, എളുപ്പം. നമ്മളിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് സ്ലോയിൽ ചെയ്യും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്ക് ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ കണ്ണിന് എനിക്ക് ഒരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റുണ്ട്. ഇത് കണ്ട, ലാക്മിയിലത്. ബ്ലാക്കില്ല, ഒരുമാതിരി ലൈറ്റ് മെറൂൺ കളറും ഒരു കാപ്പിപ്പൊടി കളറാണ് കൂടുതൽ. 3 കളർ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് ഉപയോഗിച്ച് അങ്ങേയറ്റം പറ്റി. കണ്ട, അത് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ സ്പ്രെഡായി ഇതിലെല്ലാത്തിലും. അപ്പം ഞാൻ ഒരുവിധമൊക്കെ മാറ്റിയിട്ടുണ്ട്. കണ്ട, ഇതിൽ ക്ലിയർ ആ കളർ അറിയാൻ പറ്റില്ല അല്ലേ. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്ക് ഓൾറെഡി ഡാർക്ക്നെസ് ഉണ്ട് കണ്ണിന്, മൗത്തിന് ചുറ്റുമുണ്ട്. ഇതൊക്കെ മാറ്റാൻ മുമ്പൊക്കെ ഫുള്ള് അങ്ങാടി കടയിലായിരുന്നു. ഇപ്പം എനിക്ക് വയ്യ, ഭയങ്കര മടി. ചെയ്ത് ഞാൻ ഇപ്പോൾ ഒന്നിനും ഇറങ്ങൂല. അതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കും. ഇടയ്ക്കൊക്കെ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ, അല്ല വേറെ പരിപാടിയൊന്നുമില്ല. മുമ്പൊക്കെ അങ്ങാടി കടയിൽ കയറി പഴയ ഇതൊക്കെ വാങ്ങിച്ചൊക്കെ ഇടുമായിരുന്നു. ഇപ്പം എല്ലാം മതിയാക്കി തളർന്നു. ചെയ്തിട്ടും വലിയ പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഐലൈനർ എഴുതണം. ആ സംഭവം ഇട്ടിട്ട് ആദ്യത്തെ ചെറിയൊരു വ്യത്യാസമില്ലേ, എന്നിട്ട് ഐലൈനർ എഴുതണം. ഇപ്പം ഞാൻ മുകളിൽ മാത്രമേ എഴുതുള്ളൂ കേട്ടോ. എന്തെങ്കിലും കല്യാണത്തിന് പോകണമെങ്കിലോ ഇത് കണ്ടോ, ഞാൻ മുകളിൽ മാത്രമേ എഴുതിയുള്ളൂ, താഴെ എഴുതണില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ശീലം. താഴെ എഴുതണ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ മാത്രമേ എഴുതുള്ളൂ. പിന്നെ പൊട്ട്, ഞാൻ ഒരു ബ്ലാക്ക് പൊട്ടും വെച്ചിട്ടൊരു വൈറ്റും താഴെയാണ് വയ്ക്കണം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ കല്ലിൻ്റെ പൊട്ട് മാത്രം ഇട്ടേക്കും.
ഈ പൊട്ട് ഞാൻ എപ്പോഴും വാങ്ങിച്ച് വെച്ചിരിക്കും. കണ്ട, എനിക്കിതാണ് ഇഷ്ടം. വലിയ ഇപ്പം ക്യാമറയിൽ ഒരു വ്യത്യാസം വന്നല്ലേ. ഇതാണ് കണ്ട, ഞാൻ ഇതാണ് ഒറിജിനൽ. ഈ വെയിലിൻ്റെ വെട്ടം അടിക്കണമെന്ന് കണ്ട ക്യാമറ മാറുന്നു. ഫോക്കസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അല്ലേ. ഇങ്ങോട്ടാണോ ക്യാമറയുടെ ഫോക്കസ്? എന്നാലും ഇത് വയ്ക്കുമ്പോൾ കറക്റ്റ് ആവണം. ആ പോട്ട്, ഇത് സംഭവം ഈ പൊട്ടാണ് ഞാൻ വയ്ക്കണം. എനിക്കിതാണ് ഇഷ്ടം. ഞാൻ ചെറുതിലെല്ലാം പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ പൊട്ടാണ് വയ്ക്കണം. എനിക്കിതായിരുന്നു ഇഷ്ടം. അന്നൊന്നും വാങ്ങിക്കാനുള്ള ഗതികേടൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പം എല്ലാം വാങ്ങിച്ച് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഞാൻ മീഷോയിൽ നിന്നൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നേ, മാർട്സിൻ്റെ. കണ്ട, ഇത് ഇത് ഫെയറായിട്ടുള്ള ആൾക്കാർക്ക് ചേരണുള്ളൂ. എനിക്ക് ചേരണമൊന്നുമില്ല. ഞാൻ ഇട്ട് കാണിക്കാം. ഞാൻ ഇതിട്ടിട്ട് വേറൊരു ലിക്വിഡുണ്ട്, അതും കൂടെ ഇടുമ്പോൾ കളറ് കറക്റ്റാക്കിയത്. ഒരുപാട് പേര് റിവ്യൂ കണ്ട് നോക്കി വാങ്ങിച്ചിട്ടും എനിക്ക് അബദ്ധം പറ്റിയ സാധനമാണ്. ഇതെനിക്ക് 158 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. സംഭവം കൊള്ളാം, ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല സാധനമാണ്, നല്ല ക്രീമി ആയിട്ടുള്ളതാണ് കേട്ടോ. സംഭവം പൊളിയാണ്, ഇടാനൊക്കെ സുഖമുണ്ട്. പക്ഷേ എനിക്ക് ഈ കളറ് ചേരുന്നില്ല, അത്രേ ഉള്ളൂ. ഈ ക്യാമറയിൽ അടിപൊളിയായിട്ടിരിക്കണം, പക്ഷെ എനിക്കൊള്ളില്ല. ക്യാമറയിൽ വലിയ കുഴപ്പമില്ല കാണില്ല, പക്ഷെ എനിക്ക് കൊള്ളൂല. നേരിട്ട് കണ്ട കൊള്ളൂല. ഏതൊരു സിനിമ ഉണ്ടല്ലോ അതുപോലെയാണ് ഇരിക്കണം. ഈ സംഭവം ഇട്ടിട്ട് വേറെ ലിപ്സ്റ്റിക് ഉണ്ട്, ഇതും കൂടി ഇടും. അപ്പോഴൊരു മജന്ത ഡാർക്ക് പിങ്ക് ആ ഒരു കളറാണ്. ഇത് കണ്ട, ഈ കളറായി കിട്ടും. എനിക്കാണെങ്കിൽ ലൈറ്റ് കളറൊന്നും ചേരില്ല, ഇങ്ങനെ ഡാർക്കായിട്ടുള്ള കളറേ ചേരുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡായിരിക്കും വാങ്ങിക്കണം. പക്ഷെ നമുക്ക് ചേർന്നത് വാങ്ങിക്കണമെങ്കിൽ കടയിൽ പോയി നോക്കി വാങ്ങിക്കണതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ഒരു ദിവസം പോയി ഇതെൻ്റെ സ്കിൻ ടോണിന് ചേരണ കളർ കണ്ടുപിടിച്ചത്. അതിന് ശേഷം ഞാൻ തന്നെ വാങ്ങിക്കും. കുങ്കുമൊക്കെ ഞാൻ ചിലപ്പോഴേ ഇടുള്ളൂ കേട്ടോ വീഡിയോയിൽ. മുമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വി പോലെയൊക്കെ നീട്ടി ഇറക്കി ഒക്കെ ഇടുമായിരുന്നു. ചേട്ടൻ്റെ ആൻറ്റിയാണ് എനിക്ക് കുങ്കുമ ഇടാൻ ഇങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ആൻറ്റി നല്ല ഇങ്ങനെ ഇറക്കിയിടും കേട്ടോ, വീതിക്ക് നല്ല അടിപൊളിയാണ്. ആൻറ്റിക്ക് കാണാൻ സൂപ്പറാണ്. ആൻറ്റി പണ്ടേ ഇടുമായിരുന്നു. അതുപോലെ ഞാൻ ആൻറ്റീനെ കണ്ട് പഠിച്ചാണ് ഇങ്ങനെ വി പോലെ ഇടാൻ. ഇപ്പം ഞാൻ അങ്ങനെ ഇടില്ല, ഭയങ്കര മടിയെന്നും പറയാം. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ് കുങ്കുമമൊക്കെ ഇടാൻ ഭയങ്കര പാടല്ലേ. സമയം കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ചെറുതായിട്ടൊക്കെ ഇടുള്ളൂ. ചെറുതിടുന്ന ഭംഗിയാണെന്ന് കരുതി അങ്ങനെ ഇടും. പക്ഷെ ആൻറ്റി ഇപ്പോഴും അങ്ങനെ വലുതായിട്ടിടും, നല്ല അടിപൊളിയായിട്ട്, സൂപ്പറാണ്. കണ്ട, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുങ്ങി, ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. പെട്ടെന്ന് ഇറങ്ങാം, ഈസി ആയിട്ട് ഇറങ്ങാം. ഇനി തലയും കൂടെ കെട്ടിയാൽ മതി. ഇത് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് അതിന് ചേരണ കമ്മലാണ് ഞാൻ ഇടണത്. ഞാൻ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ്. കണ്ട, 20 രൂപയുള്ളൂ. കണ്ട, നല്ല അടിപൊളി കമ്മൽ, ചെറുത്. കണ്ട നല്ല രസമുണ്ട്. ഇട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നത് മോനെ രാവിലെയൊക്കെ എണീച്ച് കാപ്പിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ റീല് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. എല്ലാ ജോലിയും ഒതുക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചേട്ടൻ വരുള്ളൂ. അപ്പോഴത്തേക്കും ഇതെല്ലാ സംഭവങ്ങളും കഴിയും. ചേട്ടനൊക്കെ നിൽക്കുമ്പോഴേ എനിക്ക് ചെയ്യാൻ ഭയങ്കര നാണമാണ്. മോൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവൻ കാർട്ടൂൺ കണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ. ചേട്ടൻ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണമായിരിക്കും വീഡിയോ ചെയ്യാൻ. അങ്ങനെ ഇനി തലയും കൂടെ കെട്ടിയത്. ഇന്നാണെങ്കിൽ ഇവിടെ ഭയങ്കര മഴ. അവിടെ കാണുമോ മഴ? അഴുക്ക മഴ.
രാവിലെ മഴയിൽ നനഞ്ഞുകൊണ്ടാണ് കൊച്ചിനെ കൊണ്ടാക്കിയത്. എൻ്റെ തലമുടിയിൽ എണ്ണ തേച്ച് എണ്ണമയമായിട്ടിരിക്കണം. ഇന്നലെയൊന്നും എണ്ണ ഇല്ലായിരുന്നു തലയിൽ. ഞാൻ മുമ്പൊക്കെ ഡെയിലി എണ്ണ തേച്ച് നല്ല അടിപൊളിയായിട്ട് തലമുടി വളരും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഡെയിലി തലമുടിയിൽ എണ്ണ തേക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഡെയിലി ഒന്നും തേക്കൊന്നുമില്ല. ആഴ്ചയിൽ 2-3 ദിവസം തേച്ചാല ഇല്ലെങ്കില്ല. ഇപ്പോൾ ഇത് ഞാൻ ഇന്നലെ തേച്ചാണ്, ഇത് ഇന്നും നാളെയൊക്കെ കാണും. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കളയും. എനിക്കിങ്ങനെ തലമുടി എണ്ണമയമായിട്ടിരിക്കണതിനെക്കാട്ടി ഇങ്ങനെ പറന്ന് കിടക്കുമല്ലോ, അങ്ങനെ ഇരിക്കണതാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് തലമുടി കെട്ടി വയ്ക്കാം. നല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഒട്ടിയ തലമുടി വീഡിയോ എടുക്കാൻ കൊള്ളില്ല. അത് ഞാൻ ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇട്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നത്. പിന്നെ തലമുടി വാരി ഇവിടെ കെട്ടി വയ്ക്കും. അത് എണ്ണമയം ഇല്ലെങ്കിൽ മാത്രം കെട്ടി വെച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യും. ഇപ്പം ഞാൻ എന്തായാലും ഒരുങ്ങി, ഡ്രസ്സും കൂടെ മാറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഇവിടെ കൊടുക്കാം.